വൈകുന്നേരം ട്യൂഷൻ വിടുമ്പോൾ മോളെ കൂട്ടാൻ അമ്മ വന്നോളാം കേട്ടോ. വേണ്ടമ്മേ, ഞാനിങ്ങ് വന്നോളാം. വേണ്ടെന്നേ, അമ്മ വന്നോളാം. സ്കൂളിൽ പോകാൻ റെഡിയാകുന്ന നിത്യ മിററിൽ കാണുന്ന തൻ്റെ പ്രതിബിംബത്തെ നോക്കി. വെളുത്ത വട്ടമുഖം, വില്ലുപോലെ വളഞ്ഞ പുരികക്കൊടി, നീളൻ കണ്ണുകൾ, നീണ്ട മൂക്ക്, ചെറിയ റോസ് നിറമുള്ള ചുണ്ടുകൾ, കട്ടിയുള്ള മുടി രണ്ടായി മെടഞ്ഞിട്ടുണ്ട്. യൂണിഫോം ധരിച്ചു നിൽക്കുന്ന നിത്യ +2 വിദ്യാർത്ഥിനിയാണ്. സയൻസ് ഗ്രൂപ്പ് ആയതുകൊണ്ട് തന്നെ അവൾക്ക് കുറച്ച് ടഫായി തോന്നിയതുകൊണ്ട് അച്ഛൻ്റെ നിർബന്ധമാണ് ട്യൂഷന് പോകാൻ കാരണമായത്. പോയി വരാനുള്ള കഷ്ടപ്പാട് പറഞ്ഞപ്പോൾ അച്ഛൻ തന്നെ സൊല്യൂഷൻ കണ്ടെത്തി. എന്നും ഓഫീസിൽ നിന്നും നേരത്തെ ഇറങ്ങി അച്ഛൻ നേരെ സ്കൂളിലെത്തും. അവിടുന്ന് ട്യൂഷൻ സെൻറ്ററിലാക്കി വീണ്ടും ഓഫീസിലേക്ക് പോകും. ട്യൂഷൻ കഴിയുമ്പോഴേക്ക് അച്ഛൻ വീണ്ടും എത്തും. ഒരു ചായയോ ജ്യൂസോ എന്തെങ്കിലും കഴിച്ച് ഒന്നിച്ച് ഹാപ്പിയായി വീട്ടിലേക്ക് പോകും. അതായിരുന്നു പതിവ്. പക്ഷെ ഇന്ന് അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. മോളു, എവിടെടാ? കഴിഞ്ഞോ? ആ അമ്മ, വരുന്നു. നിത്യ വേഗം കണ്ണുകൾ തുടച്ച് റൂമിൽ നിന്നും ഇറങ്ങി ഹാളിലേക്ക് നടന്നു. ലഞ്ച് ബോക്സ് കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന വേദ. അമ്മ, ദാ മോളെ, ഇത് ബാഗിലേക്ക് വച്ചോ. വേഗം വാ മോളൂ, ഇന്ന് മീറ്റിംഗ് ഉള്ളതാ. ആ മാനേജറാണെങ്കിൽ എന്നെ നോട്ട് വിട്ട് വച്ചിട്ടുണ്ട്. ഇന്നും കൂടി ലേറ്റായ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അയാൾ എൻ്റെ തൊലി ഉരിക്കും. അമ്മ നല്ലത് നാല് പറഞ്ഞാൽ തീരുന്നതേയുള്ളൂ അയാളുടെ ചൊറിച്ചിൽ. നിത്യ ദേഷ്യത്തോടെ പറഞ്ഞു. വേണ്ട മോളൂ, നമ്മൾ ഇനി ഒരുപാട് ശ്രദ്ധിക്കണം നമ്മുടെ ജീവിതം. വേദയുടെ കണ്ണുകൾ പെട്ടെന്ന് നിറഞ്ഞു. അമ്മ, വേദനയോടെ നിത്യ വിളിച്ചു. ആ, ഒന്നുമില്ല, മോള് വാ. വീട് പൂട്ടിയിറങ്ങിയ വേദ പോർച്ചിൽ വച്ചിരുന്ന സ്കൂട്ടി എടുത്തു. നിത്യ പിന്നിൽ കയറി. അവർ ഗേറ്റ് കടന്നു പോയതും റോഡിനപ്പുറം ആരെയോ കാത്തു നിന്ന പോലെ ബൈക്കിലിരുന്ന ഹെൽമറ്റ് ധാരി ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു. വേദയുടെ വയറ്റിലേക്ക് കൈകൾ ചുറ്റിപ്പിടിച്ച നിത്യയുടെ കൈകളുടെ ചൂട് അവളുടെ മനസ്സ് കുറച്ച് വർഷങ്ങൾ പിന്നിലേക്ക് പാഞ്ഞു. സാരിയുടെ വിടവിലൂടെ വയറിനെ തഴുകുന്ന കൈകളിൽ പിടുത്തമിട്ട് അവൾ തിരിഞ്ഞു നോക്കി. പിന്നിൽ കള്ളച്ചിരിയോടെ നിൽക്കുന്ന അവളുടെ മാധവേട്ടൻ എന്ന സേതുമാധവൻ. അവൾ ഒന്ന് കൂർപ്പിച്ചു നോക്കി. വേദു. അവൾ ഒരു നിമിഷം അലിഞ്ഞുപോയി. അവളുടെ മുഖം ചുവന്നുപോയി. ആ വിളി, അത് മാത്രം മതി ആ പെണ്ണ് അവനിൽ അലിഞ്ഞു ചേരാൻ. അവനത് നന്നായി അറിയാം. അവൻ്റെ കൈകൾ അവളുടെ അരക്കെട്ടിൽ കുസൃതി കാട്ടുമ്പോൾ അവളുടെ മുഖം അവൻ്റെ കഴുത്തിൽ ഒളിച്ചു. വേദു, എന്ത് തണുപ്പാ പെണ്ണേ. അതിൻ്റെ മാധവേട്ടൻ്റെ കൈക്ക് നല്ല ചൂടായോണ്ട് തോന്നതാ. ആ, അത് ശരിയാകും കേട്ടോ. എൻ്റെ ശരീരം ചൂട് പിടിപ്പിക്കുന്നതേ എൻ്റെ വേദുവാ. അമ്മ. നിത്യയുടെ ശബ്ദം അവളെ ചിന്തകളിൽ നിന്നും ഉണർത്തി. എന്താ മോളൂ? എനിക്ക് ഒരു ചാർട്ട് വേണോ അമ്മ? ഒരു പ്രോജക്റ്റ് ചെയ്യാനുണ്ട്. എതിർവശത്തെ ബുക്ക് സ്റ്റോൾ അറിയുന്ന വേദ സ്കൂട്ടി ഒതുക്കി നിർത്തി. മോളിറങ്ങിക്കോ. ചാർട്ടും വാങ്ങി അവൾ തിരിഞ്ഞതും ആരെയോ ശക്തിയിലൊന്നു മുട്ടി. അയ്യോ സോറി. അവൾ പറഞ്ഞതും ഒരു കൈത്തലം അവളുടെ ഷോൾഡറിൽ അമർന്നു. സാരമില്ല കേട്ടോ നിത്തൂട്ടി, വേഗം ചെല്ല്. അമ്മ നോക്കിയിരിക്കുന്നത് കണ്ടില്ലേ? ഞെട്ടലോടെ അവൾ മുഖമുയർത്തി. ഇളം പച്ച കളറോടു കൂടിയ കണ്ണുകൾ, അതാണ്
നിത്യയുടെ കണ്ണിൽ ആദ്യം പതിഞ്ഞത്. അയാൾ പെട്ടെന്ന് തിരിഞ്ഞു. കറുത്ത ജീൻസും ചുവന്ന ടീഷർട്ടും. ആരാണിയാൾ? ഇയാൾക്കെങ്ങനെ? അവൾ ആലോചനയോടെ നിന്നതും വണ്ടിയുടെ ഹോൺ ശബ്ദം അവളെ ഞെട്ടിച്ചു. അവൾ പെട്ടെന്ന് വേദയെ തിരിഞ്ഞു നോക്കി. പിന്നെ വേഗം വേദയുടെ അടുത്തേക്ക് നടന്നു. സ്കൂളിലെത്തുന്നത് വരെ നിത്യ ഒന്നും മിണ്ടിയില്ല. മോളു, വണ്ടി ഒതുക്കിയിട്ടും ഇറങ്ങാതിരിക്കുന്ന അവളെ നോക്കി വേദ അതിശയത്തിൽ വിളിച്ചു. ആ, മോളെന്തേ ഇറങ്ങാത്തത്? സ്കൂളെത്തിയത് അറിഞ്ഞില്ലേ? നിത്യ ചുറ്റും നോക്കി. അയ്യോ സോറി അമ്മ. അവൾ വേഗം ഇറങ്ങി നടന്നു. ശോ, ഇതെന്താ ഇന്നെൻ്റെ മോൾക്ക് പറ്റിയത്? ദാ ബാഗ് ഇവിടെ ഇരിക്കുന്നതേ ഉള്ളൂ. വേദയുടെ ശബ്ദം. നിത്യ പെട്ടെന്ന് തിരിച്ചു വന്ന് മുന്നിലിരുന്ന ബാഗും എടുത്ത് നടന്നു കഴിഞ്ഞു. വേദയുടെ മുഖത്ത് സംശയം നിഴലിച്ചു. സ്കൂളെത്തിയ ഇറങ്ങിയിട്ട് തനിക്കൊരു ഉമ്മയും നൽകിയിട്ടേ അവൾ പോകാറുള്ളൂ. പക്ഷെ ഇന്ന് വേദ അല്പസമയം അവളുടെ പോക്ക് നോക്കിയിരുന്നു. പിന്നെ ദീർഘശ്വാസത്തോടെ കമ്പനിയിലേക്ക് വണ്ടിയെടുത്തു. മെറ്റീരിയൽസ് എക്സ്പോർട്ടിംഗ് കമ്പനി മാനേജരായിരുന്നു സേതുമാധവൻ. അതേ കമ്പനി സ്റ്റാഫ് തന്നെയാണ് വേദ കൃഷ്ണമൂർത്തി. മാധവൻ പെട്ടെന്ന് അവളെ തനിച്ചാക്കി പോയപ്പോൾ ആ ജോലി അവൾക്കൊരാശ്വാസം തന്നെയാണ്. അതും കൂടി ഇല്ലായിരുന്നെങ്കിൽ അവൾക്ക് ഭ്രാന്ത് പിടിച്ചു പോകുമായിരുന്നു. മരണം അത് ക്ഷണിക്കാതെ കടന്നുവരുന്ന അതിഥിയാണല്ലോ. തോരാത്ത കണ്ണീരിലാഴ്ത്തി കടന്നു പോകുന്ന ആ അതിഥിയെ ആരാണ് വെറുക്കാത്തത്? അതെ, വേദയും അങ്ങനെ തന്നെയാണ്. ജീവിതം വെറുത്തുപോയ നിമിഷം. മോളുടെ മുഖമാണ് അവളെ ആത്മഹത്യയിൽ നിന്നും പിന്തിരിപ്പിച്ചത്. മോൾക്ക് വേണ്ടി ജീവിക്കണമെന്ന കരുത്ത് ആർജിച്ചുകൊണ്ട് അതിനുള്ള ശ്രമത്തിലാണവൾ. ഓർമ്മകൾ വില്ലനാകുമ്പോൾ ഉറക്കം വരാത്ത രാത്രികളിൽ കണ്ണുനീരിനാൽ കുതിർന്ന തലയണ മാറ്റി എണീറ്റ് മോളുടെ റൂമിലേക്ക് നടക്കുകയാണ് പതിവ്. അങ്ങനെ ഒരു ദിവസം അതുപോലെ നിത്യയുടെ റൂമിലേക്ക് നടക്കുന്ന വേദ മകളുടെ അടക്കി പിടിച്ച സംസാരം കേട്ട് തറഞ്ഞു നിന്നുപോയി. ഈ പാതിരാത്രി മോളു ആരോടാണ് അടക്കി പിടിച്ച് സംസാരിക്കുന്നത്? അവളുടെ ഇടനെഞ്ചിൽ വല്ലാത്തൊരു ഭാരം അനുഭവപ്പെട്ടു. അവൾ റൂമിലെത്തിയതും പെട്ടെന്ന് ബാൽക്കണിയിൽ ഒരു നിഴലനക്കം. വേദ ഞെട്ടിപ്പോയി. ആരാത്? ധൈര്യം വീണ്ടെടുത്തവൾ ഉറക്കെ ചോദിച്ചു. അനക്കമൊന്നും കേൾക്കാഞ്ഞതും അവളുടെ മനസ്സിൽ പലതും കടന്നു വന്നു. ഒരു ഞെട്ടലോടെ അവൾ റൂം തള്ളി തുറന്ന് അകത്തേക്ക് കയറി ലോക്കിട്ടു. അവളെ വല്ലാതെ വിയർത്തുപോയി. ബെഡിൽ ശാന്തമായി കിടക്കുന്ന നിത്യയെ അവൾ സൂക്ഷിച്ചു നോക്കി. അച്ഛേ. പെട്ടെന്ന് നിത്യ വിളിച്ചതും വേദയുടെ ശരീരത്തിലൂടെ വിറയൽ പാഞ്ഞു. നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് അവൾ മോൾക്കൊപ്പം കിടന്നു. ഓർമ്മകൾ മനസ്സിൽ താലോലിച്ചുകൊണ്ട് കിടന്നവൾ എപ്പോഴോ മയങ്ങി. അലാം അടിക്കുന്നത് കേട്ട് അവൾ ഞെട്ടി ഉണർന്നു. പഠിക്കാൻ വേണ്ടി നിത്യ വച്ചതാകും എന്നവൾ ഓർത്തു. നിത്യ പെട്ടെന്നുണർന്നു. അലാം നിർത്തിക്കൊണ്ട് തിരിഞ്ഞു കിടന്നു. അമ്മ, എപ്പോഴാ വന്നേ? രാത്രി തന്നെ വന്നടാ. എനിക്കിന്നേ ഒരു ടെസ്റ്റ് പേപ്പർ ഉണ്ടമ്മ. കുറച്ചേ പഠിച്ചുള്ളൂ, അതാ. ആ, മോളിരുന്നോ, അമ്മ ചായ ഇട്ടിട്ട് വരാം. എണീറ്റ് പോയ വേദ വാതിലിൽ ചെന്ന് തിരിഞ്ഞു. മോളു, അടുത്ത മാസമല്ലേ ചെസ് കോമ്പറ്റീഷൻ? നിത്യ ഒന്ന് ഞെട്ടി. ഞാനതിൽ പങ്കെടുക്കുന്നില്ലമ്മ. ഹേ, വേദ ഞെട്ടിപ്പോയി. അതെന്താ മോളെ? ചെസ് നിന്റെ ജീവനല്ലേ? നിന്റെ വേണ്ട, എനിക്ക് പറ്റില്ലമ്മ. ഞാൻ പഠിച്ചോളാം. മറ്റാക്ടിവിറ്റി ഒന്നും എനിക്ക് വേണ്ട. അവളുടെ മുഖം വലിഞ്ഞു മുറുകുന്നത് കണ്ട് വേദ ഒന്ന് പതറി. മോളെ. നിത്യ വേഗം ബാത്റൂമിൽ കയറി ലോക്കിട്ടു. ഇതെന്താ അവൾക്ക് പറ്റിയത്? മാധവേട്ടൻ അത്ര ആഗ്രഹത്തോടെയാ അവളെ ചെസ് പഠിപ്പിച്ചത്. അവൾക്കത് ജീവനാണ്. എന്നിട്ടും
അത് വേണ്ടാന്ന് വെക്കണമെങ്കിൽ? വേദ ആലോചിച്ചുകൊണ്ട് കിച്ചണിലേക്ക് നടന്നു. പിന്നങ്ങോട്ട് അന്നത്തെ ദിവസം മുഴുവൻ നിത്യ ഗ്ലൂമി ആയിരുന്നു. വേദയ്ക്ക് എന്ത് വേണമെന്നൊരു പിടിയും കിട്ടിയില്ല. ഒരാഴ്ച അങ്ങനെ കടന്നുപോയി. നിത്യ വേദയിൽ നിന്നും അകന്നു പോയതുപോലെ. വേദയ്ക്കത് സഹിക്കാൻ കഴിയുമായിരുന്നില്ല. അങ്ങനെയിരിക്കെ ഒരു സാറ്റർഡേ വേദ കമ്പനിയിൽ പോകാനിറങ്ങി. അമ്മ വരുമ്പോ എനിക്കൊരു കോൺ വാങ്ങി വരണേ, നിത്യ ചിരിയോടെ പറഞ്ഞു. വേദയ്ക്ക് സന്തോഷം തോന്നി. ശരി മോളെ. ചിരിയോടെ ഇറങ്ങിയ വേദയ്ക്ക് പിന്നിൽ ഡോറടഞ്ഞു. അന്നു മുതൽ പുതിയൊരു നിത്യയാണ് വേദ കണ്ടത്. പഴയ പ്രസരിപ്പും കളിയും ചിരിയും ഒക്കെയുള്ള നിത്യ. ഇതെന്ത് മറിമായം എന്ന് വേദ ചിന്തിച്ചു. അമ്മ, നാളെയാണ് ചെസ് കോമ്പറ്റീഷൻ. മോളെ, നീ പേര് കൊടുത്തോ? അതെന്ത് ചോദ്യം അമ്മ? എൻ്റെ അച്ഛൻ്റെ സ്വപ്നമല്ലേ അത്. അപ്പൊ പിന്നെ ഞാൻ ചേരാതെങ്ങനെയാ? ഇപ്പൊ അമ്പരുന്നത് വേദയാണ്. ഇത് തന്നല്ലേ ഞാൻ അന്ന് ഇവളോട് പറഞ്ഞത്. അന്നത് കേട്ട ഭാവം നടിക്കാതിപ്പോ. വേദയ്ക്ക് നിത്യയുടെ മാറ്റം ശരിക്കും അത്ഭുതമായി. ദിവസം കുറെ കടന്നുപോയി. നിത്യ വളരെ ഹാപ്പിയാണ്. അച്ഛനെ കുറിച്ചുള്ള ആലോചനയോ വേദനയോ അവൾക്കില്ലെന്ന് വേദ വളരെ വിഷമത്തോടെ മനസ്സിലാക്കി. ഇവൾക്കെങ്ങനെ ഇത്ര പെട്ടെന്ന് മാറാൻ കഴിഞ്ഞു എന്നതാണ് വേദയെ അത്ഭുതപ്പെടുത്തിയത്. മാധവേട്ടൻ ജീവനെ പോലെ സ്നേഹിച്ചു വളർത്തിയ കുട്ടിയാ. ഇപ്പോ ആ അച്ഛൻ്റെ ഓർമ്മകൾ പോലും ഇല്ലാത്തതുപോലെയാ അവളിലെ പെരുമാറ്റം. ഓരോന്നും ആലോചിച്ച് വണ്ടി ഓടിച്ച വേദ പെട്ടെന്ന് മുന്നിലൊരു ജീപ്പ് കണ്ട് പകച്ചു. ഒരു നിമിഷം അവളുടെ ഉള്ളിലൂടെ മാധവന്റെയും നിത്യയുടെയും മുഖം മിന്നിമാഞ്ഞു. ശക്തിയിൽ ഇടിയേറ്റവൾ തെറിച്ച് റോഡിലേക്ക് വീണു. ആകെ ഒരു മരവിപ്പ്. ചുറ്റും ആളുകൾ ഓടിക്കൂടുന്നത് അവൾ അറിഞ്ഞു. ആരുടെയൊക്കെയോ നിലവിളി. വേദു! പെട്ടെന്നുള്ള ആ അലർച്ച അവളുടെ കാതിൽ തുളച്ചു കയറി. മാധവേട്ടാ! അവളുടെ ചുണ്ടുകൾ വിടർന്നു. വേദു! ആരോ അവളെ താങ്ങിയെടുത്തു. ആ കൈകൾ അവൾക്ക് അപരിചിതമാണ്. ആ സ്വരം അതും അവൾക്ക് അപരിചിതമാണ്. എന്നാൽ ആ വിളി അവളുടെ പ്രാണനെ തേടി. കണ്ണുകൾ ആയാസത്തിൽ തുറന്നു. വ്യക്തമാകാത്ത ഒരു രൂപം. അവളുടെ കണ്ണുകൾ മാടിയടഞ്ഞു. ഒരാഴ്ചയ്ക്ക് ശേഷം. വേദ, വേദ! അമ്മ! അവൾ മെല്ലെ കണ്ണുകൾ ചലിപ്പിച്ചു. കണ്ണുകൾ ചിമ്മി തുറക്കുമ്പോൾ മുന്നിൽ പ്രതീക്ഷയുടെ 2 കണ്ണുകൾ. മോളെ! അവളുടെ വരണ്ട ചുണ്ടുകൾ വിടർന്നു. അമ്മ! നിത്യ അവളുടെ കയ്യിൽ പിടിച്ച് കണ്ണീർ വാർത്തു. മതി, എല്ലാരും പുറത്തേക്കിറങ്ങിക്കോളൂ. നഴ്സ് പറഞ്ഞതും എല്ലാരും പുറത്തേക്കിറങ്ങി. മരുന്നിന്റെ സെഡേഷൻ കാരണം അവൾ മയക്കത്തിലേക്ക് വഴുതി വീണു. സിസ്റ്റർ, വേദുവിനിപ്പോ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല സാർ, ഇന്ന് ബോധം വീണിരുന്നു. മോളെ തിരിച്ചറിഞ്ഞു. ഇനി പേടിക്കാനൊന്നുമില്ല. ആണോ? സന്തോഷം നിറഞ്ഞ സ്വരം. പിന്നെ സാറിന്റെ പ്രാർത്ഥന ഈശ്വരന്മാർ കേൾക്കാതിരിക്കോ? സാറിന്റെ വേദന അറിയാതെ ഇരിക്കോ? വേദ കണ്ണു തുറന്നപ്പോ സാർ ഇവിടെ വേണമായിരുന്നെന്ന് എനിക്ക് തോന്നി. അത് ഞാൻ. വേദയുടെ ഉള്ള് ഇതെല്ലാം അറിയുന്നുണ്ട്. അവൾ കണ്ണുകൾ ആയാസപ്പെട്ട് തുറന്നു. വാതിലിലേക്ക് നോക്കി. ഒരു ചെറുപ്പക്കാരൻ. മുഖം വ്യക്തമല്ല. അവൾ ഒന്നുകൂടി കണ്ണുകൾ ചിമ്മി നോക്കി. നഴ്സ് മറഞ്ഞത് കാരണം മുഖം കാണാൻ കഴിഞ്ഞില്ല. അവൾക്ക് നിരാശ തോന്നി. സിസ്റ്റർ, അവൾ കാറ്റുപോലെ വിളിച്ചു. എന്നാ അവർ അത് കേട്ടില്ല. ഞാൻ പോട്ടെ സിസ്റ്റർ, പിന്നെ വരാം. എൻ്റെ വേദുവിനെ നോക്കിക്കോണേ. യാചനയുടെ സ്വരം. കാലടികൾ അകന്നു പോകുന്നു. സിസ്റ്റർ. തിരികെ എത്തിയ അവർ അവളെ നോക്കി.
ഹാ, വേദ ഉണർന്നോ? സിസ്റ്റർ, ആരാ ഇപ്പോൾ വന്നിട്ട് പോയത്? അത് കൊള്ളാം. വേദയുടെ ഹസ്ബൻഡെ മനസ്സിലായില്ലേ? വേദ ഞെട്ടി. എൻ്റെ ഹസ്ബൻഡോ? ഓ, മറന്നു. നിങ്ങളിപ്പോ സെപ്പറേറ്റ് അല്ലേ? എടോ, പറയുന്നതുകൊണ്ടൊന്നും തോന്നരുത്. ഇത്രയും സ്നേഹമുള്ളൊരു മനുഷ്യനെ കിട്ടിയിട്ട് എന്തിനാടോ താനിങ്ങനെ? ഇക്കാലത്ത് ഇതുപോലെയുള്ള കെട്ടിയോന്മാരെ കിട്ടുകയെന്ന പുണ്യം. എനിക്കുണ്ട് ഒരെണ്ണം. പറഞ്ഞിട്ടെന്താ, എന്നേക്കാൾ അയാൾക്ക് പ്രേമം മദ്യത്തോടാ. അപ്പോ ഊഹിക്കാലോ എൻ്റെ ജീവിതം. ഇതിപ്പോ ഇയാളെ ഇവിടെ കൊണ്ടുവന്നപ്പോ ആ മനുഷ്യന്റെ ഹൃദയം പിടിച്ചത് നേരിട്ട് കണ്ടവളാ ഞാൻ. അന്നു മുതൽ ഇയാൾക്ക് ബോധം വീഴുന്നവരെ ഇവിടെ വരും, ഓരോരോ വഴിപാടും കൊണ്ട്. പ്രസാദം തൊടിയിച്ചിട്ടേ അയാൾ പോകൂ. അയാളുടെ പ്രാർത്ഥന ഒന്നുകൊണ്ട് മാത്രാ ഇയാൾ ഇത്രയും പെട്ടെന്ന് ഓക്കെ ആയതെന്ന് വിശ്വസിക്കാനാ എനിക്കിഷ്ടം. അതുപോലെ സ്നേഹമാടോ ഇയാളോട്. വേദു എന്ന് പറയുന്നത് കേട്ടാ അറിയാം അയാളുടെ ഉള്ളിൽ എത്രത്തോളം സ്നേഹമുണ്ടെന്ന്. എൻ്റെ കൊച്ചേ, പഴയതൊക്കെ മറന്ന് ആ മനുഷ്യനൊപ്പം പോയി ജീവിക്കാൻ നോക്ക്. കണ്ണുള്ളപ്പോ അതിൻ്റെ വില അറിയില്ലെന്ന് പറയുന്നത് എത്ര ശരിയാ എൻ്റെ ഭഗവാനെ. അവർ പറഞ്ഞിട്ടിറങ്ങിപ്പോയി. വേദ കേട്ടതൊക്കെ സത്യമാണോ സ്വപ്നമാണോ എന്ന് തിരിച്ചറിയാതെ കണ്ണുകൾ നിറച്ചു. മാധവേട്ട, അവർ പറഞ്ഞതൊക്കെ സത്യാണ്. എൻ്റെ മാധവേട്ടന് ഈ വേദു എല്ലാമായിരുന്നു. പക്ഷെ വിധി നമ്മുടെ ജീവിതം തട്ടിയെടുത്തില്ലേ? അവളുടെ കണ്ണുകൾ പെയ്തുകൊണ്ടിരുന്നു. അമ്മ, എന്താ അമ്മ? എന്തിനാ ഇപ്പൊ കരയുന്നേ? എനിക്കിപ്പോ എന്ത് സന്തോഷാണെന്നറിയോ? നഷ്ടപ്പെട്ട നമ്മുടെ ജീവിതം തിരിച്ചു തന്നതിന് ദൈവത്തോട് നന്ദി പറയുമോ അമ്മ ഞാൻ? വേദ ഒന്ന് ചിരിച്ചു. മോൾക്ക് എക്സാം ആകാറായോ? ഇല്ലമ്മ, നാളെ അമ്മയെ ഡിസ്ചാർജ് ആക്കും. നമുക്ക് വീട്ടിലേക്ക് പോകാം. നമുക്കൊന്നേന്ന് ജീവിതം തുടങ്ങണം അമ്മ. അവളുടെ കണ്ണിൽ പുതുതിളക്കം. വേദന മറച്ച് അവൾ ചിരിച്ചു. വേദ വീട്ടിലെത്തിയതറിഞ്ഞ് അയൽവാസികളും ഓഫീസിലുള്ളവരുമൊക്കെ അവളെ കാണാനെത്തി. ആ സമയം അടുത്ത വീട്ടിലെ ശാരദേച്ചി അവളോട് പറഞ്ഞു, വേദ, നിത്യ ഒന്ന് സൂക്ഷിച്ചോ. അവളെ ഇപ്പൊ സ്ഥിരമായി ഒരു പയ്യന്റെ കൂടെ കാണാം. നീ ഹോസ്പിറ്റലായിരുന്നപ്പോ അവന്റെ കൂടെയായിരുന്നു പോക്കും വരവും എല്ലാം. വേദയുടെ ഹൃദയം ഒരു വേള നിലച്ചുപോയി. അവളുടെ ഇരിപ്പ് കണ്ടവർ അവളുടെ തോളിൽ കൈവച്ചു. മോളെ, മറ്റൊന്നും കൊണ്ടല്ല, അവളുടെ പ്രായം അതാണ്. ഒന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ അതുകൊണ്ട് പറഞ്ഞതാ, അല്ലാതെ നിന്നെ വേദനിപ്പിക്കാനായിട്ടൊന്നുമല്ല. അവൾ നിറഞ്ഞ കണ്ണുകളോടെ തലയാട്ടി. അവർ വിഷമത്തോടെ ഇറങ്ങി. പറയണ്ടെന്ന് ഓർത്തതാ, പക്ഷെ നിത്യ അവൾക്കൊന്നും സംഭവിക്കരുതെന്നോർത്താണ് അവർ മനസ്സിലോർത്തു. മിണ്ടാതെ കിടക്കുന്ന വേദയുടെ അരികിൽ ഇരുന്നു നിത്യ. അമ്മ, എന്താ അമ്മ എന്നോടൊന്നും മിണ്ടാത്തത്? എനിക്ക് അമ്മയോടൊരു കാര്യം പറയാനുണ്ട്. എനിക്കൊന്നും കേൾക്കണ്ട. ഞാൻ എന്തിനാ ജീവിച്ചിരിക്കുന്നേ? എനിക്ക് മടുത്തു. ആ ആക്സിഡന്റിൽ അങ്ങ് പോയാ മതിയായിരുന്നു. എൻ്റെ മാധവേട്ടനൊപ്പം എനിക്ക്. അവൾ കരഞ്ഞുപോയി. നിത്യ ആ പയ്യന്റെ കാര്യം പറയാൻ തുടങ്ങുകയാണെന്നാണ് വേദ ഓർത്തത്. അതവളെ ഭ്രാന്ത് പിടിപ്പിച്ചു. അമ്മ, എന്തൊക്കെയായി പറയുന്നേ? എന്നെ വേണ്ട എൻ്റെ അമ്മയ്ക്ക്. ഞാൻ എന്തുമാത്രം പ്രാർത്ഥിച്ചു എന്നറിയോ? എന്നിട്ടിപ്പോ അമ്മയ്ക്ക് മരിച്ചാ മതിയല്ലേ? അവൾ കരഞ്ഞുകൊണ്ടിറങ്ങി ഓടി. അന്നത്തെ ആ സംഭവം രണ്ടുപേരെയും തമ്മിൽ കുറച്ചകറ്റി. ദിവസങ്ങൾക്ക് ശേഷം കോളിംഗ് ബെൽ മുഴങ്ങുന്നത് കേട്ട് വേദ വാതിൽ തുറന്നു. തിരിഞ്ഞു നിൽക്കുന്ന ഒരാൾ. ആരാ? അയാൾ തിരിഞ്ഞു. അവളെ കണ്ടതും ആ കണ്ണുകൾ തിളങ്ങി. ആരാ? അവൾ വീണ്ടും ചോദിച്ചു. ഞാൻ സേതു. എനിക്ക് ഒന്ന് സംസാരിക്കാൻ. വേദയ്ക്കെന്തോ പന്തികേട് തോന്നി. എനിക്കൊന്നും സംസാരിക്കാനില്ല. അവൾ പെട്ടെന്ന് വാതിൽ അടച്ചു കളഞ്ഞു. വേദു. ഡോറിൽ തട്ടിയുള്ള ആ വിളി. ഒരു നിമിഷം അവളുടെ ശ്വാസം നിലച്ചുപോയി.
വേദു, നിനക്ക് നിനക്ക് മനസ്സിലായില്ലേ വേദു? ഞാനാ, എൻ്റെ മാധവേട്ടൻ. വേദ വിറച്ചുപോയി. അവൾ പെട്ടെന്ന് വാതിൽ തുറന്നു. മുന്നിൽ കണ്ണുകൾ നിറച്ചു നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. വേദു, നിങ്ങൾ നിങ്ങൾ ആരാ? എങ്ങനെയാ എൻ്റെ എൻ്റെ മാധവേട്ടൻ, എൻ്റെ പേര്, എൻ്റെ മാധവേട്ടൻ എന്നെ വിളിക്കുന്നത് നിങ്ങൾക്കെങ്ങനെ? ദാ ഇവിടെയുണ്ട് എൻ്റെ വേദു, എൻ്റെ നിത്തൂട്ടി. ഇപ്പോ അവളുടെ ഞെട്ടൽ പൂർണ്ണമായി. ആ ചെറുപ്പക്കാരൻ കൈകൾ ഹൃദയത്തിൽ ചേർത്ത് പിടിച്ചു. ഇവിടെ ഇരിക്കുന്നത് മാധവേട്ടന്റെ തുടിക്കുന്ന ഹൃദയവാ. എനിക്ക് ബോധം വീഴുന്ന തന്നെ 2 മുഖങ്ങൾ ഉള്ളിൽ തെളിഞ്ഞപ്പോഴാ. ഒരിക്കലും കണ്ടിട്ടില്ലാത്ത എനിക്ക് ഈ മുഖങ്ങൾ പരിചിതവാ. ഈ പേരുകൾ ഉറക്ക ചൊല്ലിയാ ഞാൻ കണ്ണുകൾ തുറന്നത്. അന്നു മുതൽ കാണാൻ കൊതിക്കുന്ന മുഖങ്ങളാ. നിത്തൂട്ടിയെ ഞാൻ കണ്ടു. അവൾക്കിപ്പോൾ എല്ലാം അറിയാം. എനിക്ക് എൻ്റെ വേദുവിൻ്റെ മുന്നിൽ വരാനായിരുന്നു ഭയം. എന്നെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ എനിക്ക് സഹിക്കാൻ കഴിയില്ല. ആ കണ്ണുകൾ നിറഞ്ഞു. വേദ ചലനശേഷി പോലും നഷ്ടപ്പെട്ട അവസ്ഥയിൽ നിൽക്കുകയാണ്. അയാൾ മുന്നോട്ട് വന്ന് അവളുടെ കരങ്ങൾ കവർന്നു. വേദു, ഇനിയും നിനക്ക് വിശ്വാസം വരുന്നില്ലേ? ഞാൻ നിന്റെ മാധവേട്ടൻ തന്നെയാ. നിന്റെ പിറന്നാളിന് സമ്മാനിക്കാൻ ഞാൻ ഒരു കൂട്ടം വാങ്ങി നമ്മളുടെ ഷെൽഫിൽ വച്ചിട്ടുണ്ട്. ചെല്ല്, പോയി നോക്കിയിട്ട് വാ. അവൾ മായാലോകത്തിൽ എന്ന പോലെ അകത്തേക്കോടി. ഷെൽഫ് തുറന്ന് വെപ്രാളത്തിൽ നോക്കുമ്പോൾ അതിലൊരു ചെപ്പ് കണ്ട് വിറയ്ക്കുന്ന കൈകളോടെ അവളതെടുത്തു തുറന്നു. ഒരു കരിമണിമാല. അവളുടെ മനസ്സ് അല്പം പിന്നിലേക്ക് സഞ്ചരിച്ചു. മാധവന്റെ നെഞ്ചിൽ തലവച്ച് കിടക്കുമ്പോൾ അവൾ തൻ്റെ ആഗ്രഹം പറഞ്ഞു. മാധവേട്ട, എനിക്കൊരു കരിമണിമാല വേണം മാധവേട്ട. ഇപ്പം വേണ്ട, എൻ്റെ മാധവേട്ടന് പറ്റുമ്പോൾ മതിട്ടോ. അന്ന് മറുപടി ഒരു പുഞ്ചിരി മാത്രമായിരുന്നു. വേദു. പിന്നിൽ നിന്നും ആ വിളി കേട്ടതും പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവൾ അയാളെ കെട്ടിപ്പിടിച്ചു. അയാൾ അവളെ ചുറ്റിപ്പിടിച്ചു. അയാളുടെ കണ്ണീർ അവളുടെ തലയിൽ വീണു ചിതറി. ഞെട്ടലോടെ അവൾ അയാളിൽ നിന്നും പിന്മാറി. വേദു, വേണ്ട, വിളിക്കരുതങ്ങനെ. എൻ്റെ മാധവേട്ടൻ മാത്ര എന്നെ അങ്ങനെ വിളിക്കാറ്. നിങ്ങൾ ആരാണെന്ന് പോലും എനിക്കറിയില്ല. അന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ എൻ്റെ മാധവേട്ടൻ കാരണം ഒരു കുടുംബം രക്ഷപ്പെടുമെങ്കിൽ ആയിക്കോട്ടെ എന്ന് ഞാനും കരുതി. എന്നിട്ടും ഞാൻ ആർക്കാണ് ആ ഹൃദയം മാറ്റി വയ്ക്കുന്നതെന്ന് പോലും അന്വേഷിക്കാത്തത് എൻ്റെ മാധവേട്ടൻ മരിച്ചിട്ടില്ലെന്ന് എന്നെ തന്നെ ബോധിപ്പിക്കാനാ. നിങ്ങളുടെ ഉള്ളിൽ എൻ്റെ മാധവേട്ടൻ്റെ ഹൃദയം തുടിക്കുന്നുണ്ട്, അത് ശരിയാകും. പക്ഷേ എൻ്റെ മാധവേട്ടന് പകരക്കാരനാകാൻ നിങ്ങൾക്ക് കഴിയില്ല. ആ മണം, ആ സ്നേഹം, ആ കരുതൽ, അതൊന്നും നിങ്ങളിലില്ല. ഇനിയും എന്നെയോ എൻ്റെ മോളെയോ കാണാൻ ശ്രമിക്കരുത്. ഇവിടേക്ക് വരരുത്. ഞങ്ങൾ ജീവിച്ചോട്ടെ. അല്ല, ഇനിയും ഓരോന്ന് പറഞ്ഞ് പിന്നാലെ കൂടിയാ ഈ ജീവിതം തന്നെ ഞാൻ അവസാനിപ്പിക്കും. എനിക്ക് എൻ്റെ മാധവേട്ടന് പകരം ആരെയും വേണ്ട, ആരെയും വേണ്ട. ഇവിടെയുണ്ട് എൻ്റെ മാധവേട്ടൻ. എനിക്കത് മതി, അത് മാത്രം മതി മുന്നോട്ട് ജീവിക്കാൻ. പോകാൻ. അവൾ അങ്ങനെ പെരുമാറുമെന്ന് അയാൾ കരുതിയില്ല. വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ അയാൾ പുറത്തേക്കിറങ്ങി നടന്നു. അമ്മ, അത് അച്ഛനാ അമ്മ. എന്നെ നിത്തൂന്ന് അച്ഛൻ മാത്രമല്ലേ വിളിക്കുക. ഞാൻ പിന്നോട്ട് നിന്നപ്പോൾ എൻ്റെ മനസ്സറിഞ്ഞ പോലെ എന്നിലേക്ക് വന്ന് എന്നെ ചേർത്ത് പിടിച്ചത് എൻ്റെ അച്ഛനാ അമ്മ. ചെസ് കോമ്പറ്റീഷനിൽ ചേരാൻ ഞാൻ ഭയന്നത് എൻ്റെ അച്ഛനില്ലാത്തോണ്ടാ. പക്ഷേ അച്ഛൻ പറഞ്ഞു തരാറുള്ളതുപോലെ തന്നെ എനിക്ക് കോൺഫിഡൻസ് തന്ന് എന്നെ വിജയിപ്പിച്ചമ്മ. അത് അച്ഛൻ തന്നെയാണമ്മ. അല്ല മോളെ, അല്ല, അത് നിന്റെ അച്ഛനല്ല. അയാൾക്കൊരു കുടുംബമുണ്ട്,
അവർക്ക് അയാളെ വേണം. അതിന് നമ്മളൊരു തടസ്സമാകല്ലേ? പിന്നെ ഭർത്താവ് മരിച്ചൊരു സ്ത്രീക്ക് അന്യപുരുഷനോടുള്ള സഹവാസമായേ ആളുകൾ കാണുള്ളൂ. അതിൻ്റെ മോൾക്ക് ചീത്തപ്പേര് മാത്രമേ തരൂ. നമ്മൾ മാത്രം മതി മോളെ. കണ്ണീരോടെ അവളെ സമാധാനിപ്പിക്കുമ്പോൾ വേദയുടെ ഹൃദയം ക്രമാതീതമായി മിടിച്ചു. ആ അങ്കലാപ്പിലും അവൾ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞു. വർഷങ്ങൾക്ക് ശേഷം മറ്റൊരിടത്ത് ആർത്തിളകുന്ന കടലിലേക്ക് നോക്കിയിരിക്കുന്ന വേദ ഫോൺ റിങ് ചെയ്യുന്നത് കേട്ട് അവൾ ചിന്തകളിൽ നിന്നും ഉണർന്നു. മോളു, ഫംഗ്ഷൻ ആരംഭിച്ചോ? ആ, ഇറങ്ങി മോളു, അമ്മ ഇപ്പൊ എത്തും. ഒരു ദീർഘനിശ്വാസത്തോടെ എണീറ്റ് കടലിലേക്ക് നോക്കി നിന്നു അവൾ. മാധവേട്ടാ, നമ്മുടെ മോളിൽ എത്തി നിൽക്കുന്നത് മാധവേട്ടന്റെ സ്വപ്നം കൈപ്പിടിയിൽ ഒതുക്കിയാണ്. ഉള്ളതൊക്കെ വിറ്റുപെറുക്കാനും നാട് വിട്ടു പോരാനും തോന്നിയ ആ നിമിഷം മനസ്സ് ശൂന്യായിരുന്നു. എങ്കിലും ഭയമില്ലായിരുന്നു. എനിക്ക് എൻ്റെ മാധവേട്ടൻ ഒപ്പം ഉണ്ടാകുമെന്ന വിശ്വാസമായിരുന്നു. അതിൽ മാത്രമാണ് മാധവേട്ടൻ്റെ വേദു തളരാതെ പിടിച്ചു നിന്നത്. ഇന്നിപ്പോ ഞാൻ അനുഭവിക്കുന്ന സന്തോഷം അതിൻ്റെ മാധവേട്ടൻ അറിയുന്നില്ലേ? അവൾ നിറഞ്ഞ കണ്ണുകൾ തുടച്ച് നടന്നു നീങ്ങി. അറിയുന്നുണ്ട് വേദു, ഞാൻ അറിയാതെ നിന്നിലോ നമ്മുടെ മോളിലോ ഒന്നും സംഭവിക്കില്ല. എന്നും നിന്റെ നിഴലായി, നിങ്ങൾക്ക് കാവലായി ഈ ഹൃദയം എന്നും ഒപ്പം ഉണ്ടാകും. അവളുടെ പിന്നിൽ ഒരു നിശ്ചിത അകലമിട്ട് അയാൾ നടന്നു തുടങ്ങി. ശുഭം.